ഹായ്, അപ്പം നമുക്ക് തുടങ്ങിയാലോ. ബാക്കി കുറച്ച് വേർഡ്സും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ചും കൂടി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട അതും കൂടി പഠിക്കണം. ഇപ്പോൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഉച്ചാരണത്തിൽ ഒരുപോലെ തോന്നും, അർത്ഥം വേറെ ആയിരിക്കും, സ്പെല്ലിങ്ങിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുറേ വാക്കുകളാണ്. അലൗഡ്, എലൗഡ്. അലൗഡ് എന്ന് പറഞ്ഞാൽ അനുവദിച്ചു, എലൗഡ് ഉറക്കി. ഏറ്റ്, തിന്നു, എയ്റ്റ്, എട്ട്. ബേർ എന്ന് പറഞ്ഞാൽ നഗ്നമായ, ബേർ കരടി. സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്, അത് നോക്കിക്കോണം. ഉച്ചാരണത്തിലും ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ, നമ്മൾ കൺഫ്യൂഷൻ ആവുന്ന വാക്കുകളാണ്. ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും, ബി ഡബിൾ ഇ ഉള്ള ബി തേനീച്ച. ബ്ലൂ വീശി അല്ലെങ്കിൽ അടിച്ചു എന്നൊക്കെ പറയും കാറ്റിനൊക്കെ, ബ്ലൂ നീല. അടുത്തത് ബ്രോഡ്, BROAD ബ്രോഡ് വിശാലമായ. ബോർഡ് വിരസത. പിന്നെ BORE ബോർ എന്ന് പറഞ്ഞ് തുളയ്ക്കുകയെന്ന് അർത്ഥമുണ്ട്, അത് വേറെ. ഇത് മൂന്നും ഒരുപോലെ കൺഫ്യൂഷൻ വരുന്ന വാക്കുകളാണ്. അടുത്തത് ബ്രേക്ക്, BRAKE ബ്രേക്ക് നിയന്ത്രിക്കുക, നിയന്ത്രണം, അത് ആ ബ്രേക്ക്. പിന്നെ BREAK ബ്രേക്ക് വിശ്രമം. പറയുമ്പോൾ ഒരുപോലെ ഒന്നും, സ്പെല്ലിങ്ങിലും അർത്ഥത്തിലും വ്യത്യാസമുണ്ട്. അടുത്തത് 3 ബൈ എന്ന് തോന്നുന്നത്. BUY ബൈ ഉണ്ട്, BY ബൈ ഉണ്ട്, BYE ബൈ ഉണ്ട്. ആദ്യത്തെ ബൈ, BUY ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, ബൈ വഴി, മൂലം, അരികെ, ആല് എന്നൊക്കെ അർത്ഥം. വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോണ വഴിയല്ല, അപ്പം ഏതെങ്കിലും വഴി, ആ വഴി. മൂലം എന്ന് പറഞ്ഞാൽ ബൈ ദ വിൻഡ്, കാറ്റിന അല്ലെങ്കിൽ കാറ്റ് മൂലം നശിച്ചു അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ആ മൂലം. അതൊക്കെ നമുക്ക് പറയുമ്പോൾ പറയാം. ഇപ്പം അത്യാവശ്യം ഈ ഇത് പഠിച്ചു വയ്ക്കുക. അരികെ, ആല് എന്നൊക്കെ അർത്ഥമുള്ള. ആല് മറ്റേ മരമല്ല, ആൽ എന്നുള്ള. ബൈ രാജു, രാജുവാൽ, രാജുവിനാല് അങ്ങനെ പറയുന്ന, അതിനൊക്കെ ഉപയോഗിക്കുന്നത്. അതെല്ലാം നമുക്കത് പഠിക്കുമ്പോൾ പഠിക്കാം. ഇപ്പം അർത്ഥം ഈ വാക്കുകൾ മാത്രം അറിഞ്ഞിരിക്കുക. നമുക്ക് പിന്നീട് സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതെല്ലാം ആവശ്യമാണ്. ബൈ വിട. അടുത്തത് ഡിയർ, DEAR ഡിയർ പ്രിയപ്പെട്ട. മറ്റേ ഡിയർ ഡീർ മാൻ, DER ഡീർ മാൻ. ഫെയർ, FAIR ഫെയർ ന്യായമായ, മേള, കളി അങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങൾക്ക് ഫെയർ പറയും. FARE ഫെയർ എന്ന് പറഞ്ഞാൽ കൂലി, ബസ് കൂലി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക്. അടുത്തത് ഫ്ലീ, ചെള്ള്, അതിനൊക്കെ ഫ്ലീ, FLEA ഫ്ലീ. അടുത്തത് FLEE ഫ്ലീ എന്ന് പറഞ്ഞാൽ പാലായനം ചെയ്യുക, ഓടിപ്പോവുക അങ്ങനെയൊക്കെ ഉള്ളതിനർത്ഥം. ഫ്ലോർ, FLOUR ഫ്ലോർ മാവ്, FLOWER ഫ്ലോർ പുഷ്പം, ഫ്ലവർ. അത് ഉച്ചരിക്കുന്ന ഫ്ലോർ എന്ന് തന്നെയാണ്. പുവർ പാവപ്പെട്ട, PURE പ്യുവർ പരിശുദ്ധമായ. ഇവിടെ ഫൗൾ, ഫൗൾ ദുഷിപ്പിക്കുക എന്നുണ്ട്, ചീഞ്ഞ, അഴുക്കാക്കുക അങ്ങനെയൊക്കെ ഉള്ള ഫൗൾ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. ഈ ഫൗൾ കോഴി. അടുത്തത് ഹിയർ, കേൾക്കുക, HER ഹിയർ കേൾക്കുക, HRE ഹിയർ ഇവിടെ. ഇവിടെ ആണ് എഴുതിയത്, തെറ്റിപ്പോയതാണ്, ഇവിടെ. ഹോൾ ദ്വാരം, ഹോൾ മൊത്തത്തിൽ അല്ലെങ്കിൽ മുഴുവൻ. ഇവിടെ ഹോൾ ദ്വാരം, ഈ ഹോൾ WHOLE ഹോൾ മൊത്തത്തിൽ അല്ലെങ്കിൽ മുഴുവനായി എന്നൊക്കെ പറയുന്നത്. അടുത്തത് ഹവർ, അവർ എന്നാണ് പറയുന്നത്. H ഇവിടെ സൈലന്റ് ആണ്. സൈലന്റ് വേർഡ്സ് നമ്മൾ പഠിക്കും, അപ്പോഴും പറയാം. അവർ മണിക്കൂർ, അവർ ഞങ്ങളുടെ. ഇവിടെ H സൈലന്റ് ആണ്, അത് മണിക്കൂർ. ഇത് ഞങ്ങളുടെ എന്ന് പറയുന്നത്, അത് നേരത്തെ അറിയാലോ. നീഡ് കുഴയ്ക്കുക, NEED നീഡ് ആവശ്യം. ഇവിടെ Kയും സൈലന്റ് ആണ്. കുഴയ്ക്കുകയ്ക്ക് ഇത് പറയും, ഇത് സൈലന്റ്. നീഡ് ആവശ്യം. അടുത്തത് നോട്ട്, ഇവിടെ K സൈലന്റ് ആണ്. നോട്ട് എന്ന് പറഞ്ഞാൽ കെട്ട്, NOT നോട്ട് അല്ല എന്നർത്ഥം. അടുത്തത് നോ, ഇവിടെയും K സൈലന്റ് ആണ്. നമ്മൾ സൈലന്റ് വേർഡ്സ് ഇനി പഠിക്കും, അന്നേരം അത് പറയാം. അറിയുക എന്നർത്ഥം, നോ ഇല്ല. നൺ, NONE നൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. NUN നൺ എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീ. അടുത്തത് ലീഡ്, നയിക്കുക അല്ലെങ്കിൽ ലെഡ്, നയിച്ചു, അത് വരും. പിന്നെ LED ലെഡ്, ഒന്നും പിന്നെ ഈ നയിച്ചു എന്നതിൻ്റെ വാക്കും ലെഡ് ആണ്. അടുത്തത് മെയ്ഡ്, MADE മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, നിർമ്മിച്ചു അങ്ങനെയൊക്കെ പറയുന്നത്. മെയ്ഡ് വീട്ടുജോലിക്കാരിക്ക് പറയാം, MAID മെയ്ഡ്. പിന്നെ വൺ, വോൺ, ONE വൺ ഒന്ന്, OWN വോൺ സ്വന്തം, WON വോൺ നേടി. അടുത്തത് പ്ലെയിൻ, ലളിതമായ, വ്യക്തമായ, നിരപ്പായ എന്നൊക്കെ അർത്ഥമുണ്ട്. PLANE പ്ലെയിൻ വിമാനം, നിരപ്പ്, തണൽ മരം, സമതലായ ഇങ്ങനെയൊക്കെ ഉണ്ട് അർത്ഥം. ഇത് PLAIN, ഇത് PLANE. അടുത്തത് പീസ്, PEACE സമാധാനം, PICE പീസ് കഷ്ണം.
ഇത് PACE പീസ് സമാധാനം, PIECE പീസ് കഷ്ടം. ഞാൻ അവിടെ എഴുതിയത് തെറ്റിപ്പോയിരുന്നു, ഈ എഴുതാൻ വിട്ടുപോയിരുന്നു. അത് കണ്ടപ്പോഴാണ് ഓർത്തത്, അങ്ങനെ അത് കട്ട് ചെയ്ത് പറഞ്ഞാണേ. പീസ് സമാധാനം, PIECE പീസ് കഷണം. അടുത്തത് പീക്ക് കൊടുമുടി, മുന, അഗ്രം, ഉച്ച, സ്ഥാനം അങ്ങനെയൊക്കെ പറയാം. മറ്റേ പീക്ക് PEEക്ക് ഒളിഞ്ഞു നോക്കുക, എത്തി നോക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. സെയിൽ യാത്ര ചെയ്യുക, പറയുക, കടന്നു പോവുക, അല്ലെങ്കിൽ പറയുക അല്ല പായുക. ഇപ്പം കപ്പലിലെ വഞ്ചിയൊക്കെ സെയിൽ എന്നാ പറയുന്നത്, ബോട്ടൊക്കെ. ആ സെയിൽ യാത്ര പോവുക, കടന്നു പോവുക, പായുക എന്നൊക്കെ ഉള്ള SALE സെയിൽ കച്ചവടം, വിക്രിയ എന്നൊക്കെ പറയും. അടുത്തത് റോൾ, ROL റോള്, വേഷം, പങ്ക്, ജോലി, കഥാപാത്രം, കർത്തവ്യം എന്നൊക്കെ ഈ റോളിന് അർത്ഥമുണ്ട്. മറ്റേ ROLL റോൾ മുഴക്കം, അതിന് ചുറ്റുക, ചുരുളുണ്ടാക്കുക, ഉരുട്ടുക, ചുരുട്ടുക, ഉണ്ടയാക്കുക എന്നൊക്കെ ഉള്ള അർത്ഥം. അടുത്തത് സോൾ, SOL സോൾ ഏകാന്തത അല്ലെങ്കിൽ ഏകം, ഒറ്റയ്ക്ക്, തനിച്ചുള്ള അങ്ങനെയൊക്കെ ഉള്ള അർത്ഥം. SOUL സോൾ ആത്മാവ്. അടുത്തത് സൺ, SON സൺ മകൻ, SUN സൺ സൂര്യൻ, SON സൺ മകൻ, SUN സൂര്യൻ. സ്റ്റെയർ, STAIR സ്റ്റെയർ പടിക്കെട്ട്, കോണിക്കൊക്കെ അതാ പറയുന്നത്. STARE സ്റ്റെയർ തുറച്ചു നോക്കുക. അടുത്തത് ടെയിൽ വാല്, TAIL ടെയിൽ വാല്, TALE ടെയിൽ കഥ. ഇതൊക്കെ തെറ്റിപ്പോകുന്ന വാക്കുകളാണ്. ത്രൂ, THREW ത്രൂ എറിഞ്ഞ്, THROUGH ത്രൂ ലൂടെ, ത്രൂ ദ വിൻഡോ എന്നൊക്കെ ഇന്നലെ പറഞ്ഞില്ലേ അത്. ത്രൂ. ഇതൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പിള്ളേർക്കും തെറ്റാൻ വരുന്ന വാക്കുകളാണ്, അത് അറിഞ്ഞിരിക്കാൻ പറ്റും. വീക്ക് ദുർബലമായ അല്ലെങ്കിൽ തളർച്ച ഉള്ളത്, മറ്റേ വീക്ക് ആഴ്ച, WEEK വീക്ക് ആഴ്ച, മറ്റേ വീക്ക് ദുർബലമായത്. അടുത്തത് വെയർ, WEAR വെയർ ധരിക്കുക, WHRE വെയർ എവിടെ എന്നർത്ഥം. മീറ്റ് കൂടിക്കാഴ്ച അല്ലെങ്കിൽ കാണുക, MEAT മീറ്റ് ഇറച്ചി, MEET മീറ്റാണ് ആ മീറ്റിങ്ങിന്റെ മീറ്റ്. ഇത് MEAT മീറ്റ് ഇറച്ചി. സി കാണുക, SEEC കാണുക, SEAC കടൽ. SELL സെൽ വിൽക്കുക, CELL സെൽ കോശം. അടുത്തത് സോർ, SORE സോർ വല്ലാത്ത എന്നൊക്കെ പറയുന്ന വായ്പുണ്ണ് അല്ലെങ്കിൽ ചെരങ്ങിനൊക്കെ സോറെന്ന് പറയും, ആ സോറാണ് ഇത്. SOAR സോർ ഉയരുക, പെരുക്കുക എന്നൊക്കെ അർത്ഥം. പിന്നെ SOUR സോറുണ്ട്, പുളി. SOUR സോറ് പുളിച്ച എന്നുണ്ട് അർത്ഥമുള്ളത്, പുളി പുളിച്ചതൊക്കെ, അതൊന്നും എഴുതിയിട്ടില്ലേ. പിന്നെ STAIR സ്റ്റെയർ പടിക്കെട്ട്, STARE സ്റ്റെയർ തുറച്ചു നോക്കുക. അടുത്തത് ആൻഡ് ഉറുമ്പ്, AUNT അമ്മായി അതൊക്കെ പറയുന്നത്. ഗ്രേറ്റ്, GRAT ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ചുരണ്ടുക എന്നുള്ള, മറ്റേ ഗ്രേറ്റ് GREAT മഹത്തരമായ, വലിയ എന്നൊക്കെ അർത്ഥമുള്ളത്. അടുത്ത ഹെയർ മുടി, HIR ഹെയർ മുടി, HRE ഹെയർ മുയൽ, HIR ഹെയർ അനന്തരാവകാശി. അടുത്തത് വേസ്റ്റ്, WAIST വേസ്റ്റ് അരക്കെട്ട്, വേസ്റ്റ് H മാലിന്യം എന്നൊക്കെ പറയുന്നത്. പിന്നെ അതറിയാൻ നേരത്തെ പഠിച്ചതാ ഞാൻ. EYEI കണ്ണ്. TO കൊണ്ട് ലേക്ക്, വേണ്ടി, സ്കൂളിലേക്ക് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി എന്നൊക്കെ പറയാനുള്ള അത്. എന്ന് പറഞ്ഞാൽ TOO അതും അല്ലെങ്കിൽ മാത്രമല്ല, ഏറെ, കൂടുതൽ, ഏറെ എന്നൊക്കെ പറയാൻ. ടു ലേറ്റ് വളരെ ലേറ്റ് എന്നൊക്കെ പറയാൻ വേണ്ടി. THIR their അവരുടെ, THIR their, THERE their അവിടെ. ഇനി നമ്മൾ കുറച്ച് വിപരീതങ്ങളും കൂടെ പരിചയപ്പെടാം, പെട്ടെന്ന് പറയാം. ഹെൽത്തി ആരോഗ്യമുള്ള, അസുഖം ഉള്ള, കോൾഡ് തണുപ്പ്, ഹീറ്റ് ചൂട്, ലൈറ്റ് ഭാരം കുറഞ്ഞ, ഹെവി ഭാരം കൂടിയത്. ഈ ലൈറ്റിന് പ്രകാശം എന്ന് അർത്ഥമുണ്ട്, LIGHT ലൈറ്റ്. പിന്നെ ദെയർ അവിടെ, ഹിയർ ഇവിടെ, ലോ താഴ്ന്ന, ഹൈ ഉയർന്ന, ഗസ്റ്റ് അതിഥി, ഹോസ്റ്റ് ആതിഥേയൻ. സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോണം, നിങ്ങൾക്ക് പഠിച്ചോളണം. ഇതെല്ലാം പഠിച്ചിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ ഇത് ഉപയോഗം വരത്തുള്ളൂ. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അനിമൽ മൃഗം, ഹ്യൂമൻ മനുഷ്യൻ, ഉള്ളിൽ ഔട്ട് പുറത്ത്, സീനിയർ മുതിർന്ന, ജൂനിയർ ഇളമുറയായ എന്നൊക്കെ പറയുന്നത്. ക്രൂവൽ ക്രൂരമായ അല്ലെങ്കിൽ കൈൻഡ് ദയുള്ള. ലാൻഡ് കര, വാട്ടർ ജലം, വെള്ളം എന്നുണ്ട്. ലാർജ് വലിയ, സ്മോൾ ചെറിയ, ഹ്യൂജും വലിയ, ടൈനിയും ചെറിയ. അതിനൊക്കെ പ്രത്യേക അവസരങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്, അർത്ഥത്തിൽ പറയാം.
ലവ് സ്നേഹം, ഹേറ്റ് വെറുപ്പ്, സോളിഡ് ഖരമായ വസ്തു, ലിക്വിഡ് ദ്രാവകം, ഷോർട്ട് ചുരുങ്ങിയ, ലോങ് നീളമുള്ള, വിൻ നേടുക, ലോസ് നഷ്ടപ്പെടുക. ലവ്ലി എന്ന് പറഞ്ഞാൽ മനോഹരമായത്, ടെറിബിൾ ഭയാനകമായത്, ഹൈ ഉയർന്ന, ലോ താഴ്ന്ന, മെയിൽ ഫീമെയിൽ പുരുഷന് സ്ത്രീ, പുല്ലിംഗത്തിന് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്ന മെയിലും ഫീമെയിലും. മേജർ വലിയ, മൈനർ ചെറിയ, മാൻ ആണ് പുരുഷൻ, വുമൻ സ്ത്രീ. മെനി ധാരാളം, ഫ്യൂ കുറച്ച്, മിസ് നഷ്ടപ്പെടുക, ക്യാച്ച് നേടുക പിടിക്കുക എന്നൊക്കെ അർത്ഥം. മോർ കൂടുതൽ, ലെസ് കുറച്ച്. ഏൻഷ്യന്റ് പുരാതനമായ അല്ലെങ്കിൽ പഴയത്, ന്യൂ പുതിയത്. നീസ് NIECE നീസ് മരുമകൾ, നെഫ്യൂ മരുമകൻ. നോർമൽ സ്ട്രേഞ്ച് സാധാരണയായതും അപരിചിതമായ അല്ലെങ്കിൽ വിരളമായത്. നോർത്ത് വടക്ക്, സൗത്ത് തെക്ക്. ഈസ്റ്റ് കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്. പാസ്റ്റ് ഭൂതം അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലം, ഫ്യൂച്ചർ ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഭാവി. റൂഡ് എന്ന് പറഞ്ഞാൽ പരുഷമായ, പൊളൈറ്റ് ശാന്തമായ, വിനയത്തോടെ എന്നൊക്കെ പറയുന്നത്. ടീച്ചർ അധ്യാപകൻ, പ്യൂപ്പിൾ വിദ്യാർത്ഥി. അതേസമയം പ്യൂപ്പിളിന് വേറൊരു അർത്ഥമുണ്ട്, കൃഷ്ണമണി എന്നുണ്ട്. കണ്ണിന്റെ കൃഷ്ണമണിക്ക് പ്യൂപ്പിൾ എന്നാണ് പറയുന്നത്. ഇത് വിപരീത പദമല്ല, ഇത് ഓർത്തപ്പോൾ ഞാൻ അറിയാതെ ഇവിടെ എഴുതി പോയതാ, മറ്റേ അപ്പുറത്ത് എഴുതാതെ. പ്യൂപ്പിൾ PEOPLE പീപ്പിൾ ജനം, PUPIL പ്യൂപ്പിൾ കൃഷ്ണമണി അല്ലെങ്കിൽ വിദ്യാർത്ഥി. ഇതിനും രണ്ടിനും ഇത് തന്നെയാണ് പറയുന്നത്. ഇത് വിപരീത പദങ്ങളല്ല, സമാന പദങ്ങൾ അർത്ഥം വ്യത്യാസം വരുന്ന നേരത്തെ പറഞ്ഞ ഹോമോഫോൺസിലൊക്കെ വരുന്നത്. ക്വിക്ക് പെട്ടെന്ന്, സ്ലോ സാവധാനത്തിൽ, ക്വൈറ്റ് ശാന്തമായി, ലൗഡ് ഉച്ചത്തിൽ, സേവ് സൂക്ഷിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക, സ്പെൻഡ് ചിലവഴിക്കുക. ടൗൺ പട്ടണം, വില്ലേജ് ഗ്രാമമാണേ, തെറ്റിപ്പോയി. രാവിലെ പെട്ടെന്ന് എഴുതി എപ്പോഴത്തേനും തെറ്റിപ്പോയതാ. വില്ലേജ് പട്ടണം, ഗ്രാമം. അടുത്തത് വർക്ക്, റെസ്റ്റ് ജോലി ചെയ്യുക, വിശ്രമിക്കുക. യങ് ചെറുപ്പമായ, ഓൾഡ് പ്രായമായ. റിച്ച് സമ്പന്നമായ, പുവർ പാവപ്പെട്ട. തിക്ക് കട്ടിയുള്ള, തിൻ കട്ടി കുറഞ്ഞ, മെലിഞ്ഞ എന്നൊക്കെ അർത്ഥമുള്ള. വെറ്റ് നനവുള്ള, ഡ്രൈ വരണ്ടത്. സണ്ണി വെയിലുള്ളത്, ക്ലൗഡി മേഘാവൃതമായ, മേഘം നിറഞ്ഞ. മെനി ധാരാളം, ഫ്യൂ കുറച്ച്. യൂസ്ഫുൾ ഉപയോഗമുള്ളത്, യൂസ്ലെസ് ഉപയോഗശൂന്യമായത്. ബിഫോർ മുൻപ്, ആഫ്റ്റർ ശേഷം. എലൈവ് ജീവനോടെയുള്ളത്, ഡെത്ത് മരണപ്പെട്ടത് അല്ലെങ്കിൽ മരണം. മാരകമായ, കൊടും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഡെത്ത് ഉപയോഗിക്കും, ഡെത്ത് എന്ന വാക്ക് ഉപയോഗിക്കും, മരണത്തിന് മാത്രമല്ല. അപ്പോഴേ ഇതെല്ലാം പഠിക്കണം. ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു, പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് പെട്ടെന്ന് തീർത്തിട്ട് പുതിയതിലോട്ട് പോകാൻ വേണ്ടി, വാക്കുകൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, ബൈ.